അമ്മയിലേക്ക് ഒഫീഷ്യലി പരാതി അയച്ചിട്ടുണ്ട്. കലാരംഗത്ത് എനിക്ക് കിട്ടിയ ആദ്യത്തെ തേക്കാനുഭവമാണ് ഭാസ്കര. അൻസിബ, ഇപ്പോൾ ടിനി ടോമിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. കുറെ അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട്. നല്ല കുട്ടിയാ. ടിനി ടോം ചേട്ടന്റെ ഡ്രൈവർ ഉൾപ്പെടെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളുടെ മകനെ ഉൾപ്പെടെ ഞാൻ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല. ആയിട്ട് വന്ന നാള് മുതൽ പല രീതിയിലാണ് പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് വയ്യ. ആരോടും പറയരുന്ന് ആഗ്രഹിച്ചത്. ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ. എനിക്ക് മുമ്പ് സംസാരിച്ച മഹത് വ്യക്തിയുടെ അഭിപ്രായങ്ങളോട് 100% ഞാൻ യോജിക്കുന്നു എന്ന് നിങ്ങൾ കരുതണ്ട. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. നമുക്കെതിരെ ആരോ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, മേലിൽ എന്നോട് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ചെരുപ്പ് മോന്തലിരിക്കും പറഞ്ഞേക്കാം. ആ, അതങ്ങനെ പറയരുതല്ലോ. ഇതിലെന്തോ കൈയുണ്ട്. നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. പോയി സാരമില്ല. അപ്പൊ ചിലപ്പോ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ മതി. ഇപ്പൊ എല്ലാം ഓക്കെ. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് സാർ വേണ്ടത്? കേശലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങളൊക്കെ സ്നേഹം അല്ല ഉണ്ട്. കുറെ ഒരു അതായത് പുറത്തുനിന്നുള്ള കുറച്ച് പരിപാടികളും പണികളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് എന്തിനാ, എന്നെക്കാൾ ഇത്രയും വർഷം മുമ്പ് വന്ന ഒരാളോട് എനിക്ക് എന്തിനാണ് ആശങ്ക? അദ്ദേഹം എന്നെക്കാൾ എത്രയോ സീനിയറാണ്. ആ കമ്മിറ്റിയിൽ ഇരിക്കുന്നതിൽ പ്രായം കൊണ്ടാണെങ്കിലും വർക്ക് കൊണ്ടാണെങ്കിലും ഒക്കെ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരാൾ ഞാനാണ്. പുതിയ എന്തെങ്കിലും നമ്പർ ഇറക്കണം സാർ. മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പറയുമ്പോഴുള്ള ഫീലിങ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കും. അതൊന്നും ദൈവം പൊറുക്കേലടോ. ദൈവം പൊറുത്താലും ഈ കുഞ്ഞുവും പൊറുക്കേല. അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളോട് ഫോൺ വിളിച്ച് സംസാരിക്കാൻ പോലും തോന്നുന്നു. കംപ്ലീറ്റ് കള്ളത്തരവാ. തെളിയിച്ചോ. അതോടൊപ്പം തന്നെ ദൃശ്യത്തിന് ഓൾ ദി ബെസ്റ്റ്. പോരാ, അഭിനയം പോരാ, കണ്ണില് ഭയം കാണുന്നുണ്ട്. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.